ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് വെജിറ്റബിൾ മസാല പാസ്തയാണ്. ഒരു ചരുവത്തിൽ പകുതി വെള്ളം നിറച്ച് തിളപ്പിക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് മാക്കറോണി ഇടുക. ഞാനിവിടെ സെമോലീനയുടെ മാക്കറോണി പാസ്തയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഡുറം വീറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. എന്നുവെച്ചാൽ ഗോതമ്പിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഞങ്ങൾ വല്ലപ്പോഴും 2 ആഴ്ചയൊക്കെ കൂടുമ്പം ഇതുപോലെ വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ ഉപ്പും ഓയിലും ഒന്നും ചേർക്കാറില്ല. ഒട്ടിപ്പിടിക്കുന്നതിന് അങ്ങനെയൊക്കെ ചേർക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചേർക്കാറില്ല. കുറച്ചധികം വെള്ളം തിളപ്പിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അപ്പം ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നാല് ക്യാരറ്റ്, 5 ക്യാബേജ് ലീഫ്, 4 ടൊമാറ്റോ, 1 സവോള, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി അല്ലി, ഇത്രയുമാണ് ഈ റെസിപ്പിക്ക് ചേർക്കുന്നത്. പിന്നെ എന്നിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള ചേർത്ത് വഴറ്റുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നീട് അതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാരറ്റും ചെറുതായി തന്നെ അരിഞ്ഞ ക്യാബേജും ഒക്കെ ചേർത്ത് വഴറ്റുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. പിന്നെ ശേഷം ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുക. പിന്നെ പറയാൻ മറന്നു, നമ്മൾ വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഈ സവോള വഴറ്റുമ്പോൾ അപ്പം തന്നെ ചേർത്ത് വഴറ്റണം. ഞാനത് പേസ്റ്റാക്കിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും ചേർക്കണം. ക്യാബേജും ക്യാരറ്റും ഒക്കെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ തക്കാളി ചേർക്കാവൂ. ഇല്ലെങ്കിൽ അത് വെള്ളം പോലെ ആയിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ഈ നൂഡിൽ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് മുട്ട ചേർക്കുകയോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ പോലൊക്കെയുള്ളത് ചെറുതായിട്ട് ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച് പൊടിയായിട്ട് ചേർക്കുകയൊക്കെ ചെയ്യാം. ഞാൻ സാധാരണ വെജിറ്റബിൾ കൊണ്ട് ഇങ്ങനെ പാസ്ത ഉണ്ടാക്കാറുള്ളൂ. അതും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതൽ നോൺ വെജ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചേർക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് ഈ ക്യാരറ്റും ക്യാബേജും സവോള വഴറ്റിയതും ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷം പിന്നെ തക്കാളി നീളത്തിലരിഞ്ഞ 4 തക്കാളി നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർക്കണം. അത് ചേർത്ത് വഴറ്റിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കാൻ വെക്കണം. അത് നല്ലപോലെ വഴന്ന് വന്ന് കഴിയുമ്പം തീരെ അങ്ങ് വേകാൻ നിൽക്കരുത്. അങ്ങനെ വഴന്ന് വന്ന് കഴിയുമ്പം അതിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് ഇളക്കണം. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർക്കാം. പിന്നെ എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റി മൂപ്പിച്ച് എടുക്കണം. എന്നിട്ട് അതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് ഇളക്കണം. കാര്യമായ എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഇത് കഴിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഒരു 3 മണി വരെ വിശക്കത്തില്ല. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ രാവിലെ ഇതുണ്ടാക്കി കഴിച്ചിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ താമസിച്ച് വന്നാലും നമുക്ക് ഒട്ടും വിശപ്പൊന്നും തോന്നത്തില്ല. അത്രയ്ക്ക് കലോറിയുള്ള ഒരു ഫുഡാണ്. അത് നാച്ചുറലായിട്ടുള്ളതാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. എപ്പോഴും ഒന്നും കഴിച്ചില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെജിറ്റബിൾസ് എല്ലാം ഇട്ട് വഴന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നെയ്യുടെ ഒരു കുറവ് തോന്നിയതുകൊണ്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കിയിരുന്നു. അപ്പം നല്ല മയമൊക്കെ ഉണ്ടായി, നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റി. അങ്ങനെ മാക്രോണി എല്ലാം ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോൾ നല്ല സ്വാദിഷ്ടമായ വെജിറ്റബിൾ മസാല പാസ്ത അങ്ങനെ റെഡിയായി. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.